ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധാത്മാവിന് വന്ദനം. ആവേ മരിയ ഇമ്മാനുവൽ. കഴിഞ്ഞ ദിവസം എനിക്കൊരു ഫോൺ കോൾ വന്നു. എങ്ങനെയാണ് PCOD മാറിയത്, എന്തൊക്കെ മരുന്നുകൾ ഉപയോഗിച്ചു, കുട്ടികൾ ഉണ്ടാവാനായിട്ട് പ്രത്യേക മരുന്ന് ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരു കോള് വന്നു. അപ്പോൾ ഞാൻ ആ കോളിന് മറുപടി കൊടുത്തത് ഇങ്ങനെയാണ്: മരുന്നോ ലേപനൌഷധമോ അല്ല എന്നെ സുഖപ്പെടുത്തിയത്, ദൈവത്തിൻ്റെ വചനമത്രേ. അതെ, എനിക്ക് PCOD ഉണ്ടായിരുന്നു. ഒരുപാട് ഹോസ്പിറ്റലുകളിൽ ട്രീറ്റ്മെൻറ്റ് നടത്തിയിരുന്നു. ഒരു 10 വർഷത്തോളം അങ്ങനെ മാറി മാറി ഹോസ്പിറ്റലുകളിൽ പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്തു. പക്ഷേ ഒരു മാറ്റവും ഉണ്ടായില്ല. ഒടുവിൽ ഞാൻ ഒരു 1 ഡേ ധ്യാനത്തിൽ പങ്കെടുത്തു. എഴുമുട്ടത്തുള്ള ഒരു ധ്യാന കേന്ദ്രത്തിൽ. അവിടെ പോയി പ്രാർത്ഥിച്ചു. തിരിച്ചു വന്ന നാൾ മുതൽ കുറച്ച് തീക്ഷ്ണമായി തന്നെ പ്രാർത്ഥിക്കുകയും അവിടെ പോയി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവം എനിക്ക് സൗഖ്യം നൽകുകയും ചെയ്തു. ഒപ്പം തന്നെ ഞാൻ വചനം വായിക്കുമായിരുന്നു. രക്തസ്രാവക്കാരി സ്ത്രീയുടെ സുവിശേഷ ഭാഗം നിരന്തരം വായിക്കുമായിരുന്നു. ലൂക്ക 8-9 അധ്യായങ്ങളിലാണ് ഈ ഒരു സുവിശേഷ ഭാഗം കിടക്കുന്നത്. അതുപോലെ തന്നെ വിസ്ഡം ഫയറിൻ്റെ ഒരുപാട് പ്രാർത്ഥനകളും വചനങ്ങളും ഒപ്പം ചൊല്ലിയിരുന്നു. അങ്ങനെ ദൈവം അത്ഭുതകരമായി എൻ്റെ ജീവിതത്തിൽ എനിക്കൊരിക്കലും മാറില്ല എന്ന് ഞാൻ കരുതിയ യാതൊരുവിധ പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല മാറുമെന്ന്. അങ്ങനെ ദൈവം ഇടപെട്ട് എൻ്റെ PCOD സൗഖ്യമാക്കി തന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പിന്നെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ അസുഖങ്ങൾ അല്ലെങ്കിൽ രോഗങ്ങൾ ഉണ്ടാവുന്നതിൻ്റെ മെയിനായിട്ടുള്ള ഒരു കാരണം നമ്മളുടെ പാപങ്ങളാണ് എന്ന് എനിക്ക് ഈശോ മനസ്സിലാക്കി തന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഓർക്കുകയാണ്, വേണ്ട യോഗ്യതയോടെ ആയിരുന്നില്ല ഞാൻ വിശുദ്ധ കുർബാന സ്വീകരിച്ചിരുന്നത്. പലപ്പോഴും നമ്മൾ കുമ്പസാരിക്കാനായിട്ട് വിട്ടുപോകാറുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആഴ്ചയിൽ അല്ലെങ്കിൽ ഒരു മാസത്തിലൊക്കെ വേണം കുമ്പസാരിച്ചിട്ട് വേണം നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കേണ്ടത്. എൻ്റെ പഴയ കാലഘട്ടത്തിൽ ഞാൻ വേണ്ടുന്ന യോഗ്യതയോടെ ആയിരുന്നില്ല വിശുദ്ധ കുർബാന സ്വീകരിച്ചിരുന്നത്. 6 മാസം 3 മാസം 6 മാസമൊക്കെ എടുത്താണ് ഞാൻ കുമ്പസാരിച്ചിരുന്നത്. അങ്ങനെയുള്ളൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെയായിരിക്കാം എനിക്ക് PCOD രൂപത്തിൽ ഒരു രക്തസ്രാവക്കാരിയെ പോലെ ആയി മാറാനായിട്ട് കാരണം അതായിരിക്കാം എന്ന് എനിക്ക് ഒരു ബോധ്യം ഈശോ തന്നായിരുന്നു. അപ്പം ഞാൻ ആ സാഹചര്യത്തെ ഓർത്ത് അനുതപിക്കുകയും ദൈവസന്നിധിയിൽ കണ്ണീരോടെ പ്രാർത്ഥിക്കുകയും ഒപ്പം തന്നെ എല്ലാവരോടും ക്ഷമിച്ച് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടുകയും എനിക്ക് സൗഖ്യം നൽകുകയും ചെയ്തു. എൻ്റെ ഈശോയ്ക്ക് അനന്തകോടി നന്ദി, സ്തുതി, സ്തോത്രം, ആരാധന, മഹത്വം. ഒരുപാട് കാത്തിരിപ്പിന് ശേഷം ഏകദേശം ഒരു 10 വർഷത്തോളം എനിക്ക് ഈ രോഗാവസ്ഥയുമായിട്ട് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. ആ കാലഘട്ടം ഓർക്കുമ്പോൾ വളരെ വേദനാജനകവും ഒപ്പം തന്നെ നമുക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറവുമായിട്ടുള്ള വേദനയും
ഒപ്പം തന്നെ സാഹചര്യങ്ങളൊക്കെയാണ്. ജോലിക്ക് പോകാനും ബുദ്ധിമുട്ട്. അങ്ങനെ ഒരുപാട് പ്രതിസന്ധിയിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. എൻ്റെ ഈശോ എന്നെ ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി സൗഖ്യം നൽകിയ ആ നിമിഷം എനിക്കൊരിക്കലും മറക്കാൻ പറ്റുകയില്ല. എൻ്റെ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല എന്ന് എനിക്ക് പൂർണ്ണമായി വിശ്വസിക്കാൻ സാധിച്ചു. യേശുക്രിസ്തുവിൽ പരിപൂർണമായിട്ടുള്ള വിശ്വാസം വളരാൻ സാധിച്ചു. എൻ്റെ ഈശോയ്ക്ക് അനന്തകോടി നന്ദി, സ്തുതി, സ്തോത്രം, ആരാധന, മഹത്വം. ഒപ്പം തന്നെ കുട്ടികളുണ്ടാവാത്ത ഒരു സാഹചര്യം എനിക്ക് ഉണ്ടായിരുന്നു. ഈ PCOD സുഖപ്പെട്ട് ഒരു 6 വർഷം വീണ്ടും കാത്തിരിക്കേണ്ടി വന്നു. എൻ്റെ ഈശോ എൻ്റെ ജീവിതത്തിൽ ഒരു ക്രിസ്തുമസ് ദിവസം, കൃത്യമായി പറഞ്ഞാൽ 2023 ഡിസംബർ 25 എൻ്റെ ഉണ്ണീശോ എന്നോട് വളരെ കരുണ കാണിച്ച ഒരു ദിവസമായിരുന്നു, ഒരു വർഷമായിരുന്നു. എനിക്ക് എൻ്റെ ഉണ്ണീശോയോട് വളരെയധികം നന്ദി ഞാൻ പറയുകയാണ്. 2023 കാലഘട്ടത്തിൽ എനിക്ക് ആ ഒരു വർഷം ഒരിക്കലും മറക്കാൻ പറ്റുകയില്ല. ആ വർഷമാണ് എനിക്ക് കൂടുതൽ പരിശുദ്ധ ദേവമാതാവിനോട് കൂടുതൽ ജപമാല ചൊല്ലാൻ സാധിച്ചത്. ആ വർഷത്തിൽ എല്ലാ മാസവും 13-ാം തീയതി പരിശുദ്ധ ദേവമാതാവിൻ്റെ ഗ്രോട്ടോയിൽ ജപമാല ചൊല്ലുമായിരുന്നു. ഗ്രൂപ്പായിട്ട് ജപമാല ചൊല്ലുമായിരുന്നു. ജപമാലയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കാനായിട്ട് എനിക്ക് ആ വർഷം സാധിച്ചു. ഒപ്പം തന്നെ ഉണ്ണീശോ പള്ളിയിൽ എനിക്ക് നിരന്തരം പോകുവാനായിട്ടും ഉണ്ണീശോയോട് കൂടുതൽ പ്രാർത്ഥിക്കാനുമായിട്ടും ആ വർഷം സാധിച്ചു. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ നിന്നും കൊണ്ടുവന്ന ഒരു പുസ്തകം എൻ്റെ വീട്ടിലെ പ്രാർത്ഥനാ മുറിയിലുണ്ടായിരുന്നു. നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ പല തീർത്ഥാടന കേന്ദ്രത്തിൽ പോയിട്ട് വരുമ്പോഴും ധ്യാനത്തിൽ പങ്കെടുത്തിട്ട് വരുമ്പോഴും ഒക്കെ നമ്മൾ പുസ്തകങ്ങളൊക്കെ കൊണ്ടുവരികയും നമ്മൾ അത് പ്രാർത്ഥനാ മുറിയിൽ വയ്ക്കുകയും ഒക്കെയാണ് പതിവ്. എൻ്റെ വീട്ടിലും ഇതുപോലെ തന്നെ നിരവധി പ്രാർത്ഥനാ ബുക്കുകളുണ്ടായിരുന്നു. എപ്പോഴും നമ്മൾ ആ പ്രാർത്ഥനാ ബുക്കിൻ്റെ മുമ്പിൽ കാണുന്ന ഈശോയെ നമ്മൾ തൊട്ടുമുത്തുകയൊക്കെ ചെയ്യും, അല്ലേ? എനിക്കും അതുപോലെ ഈശോയെ ഞാൻ നിരന്തരം ഇങ്ങനെ തൊട്ടുമുത്തുകയൊക്കെ ചെയ്യുമായിരുന്നു. ഒരു ദിവസം ഞാൻ പതിവില്ലാതെ ആ ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ നിന്നും കിട്ടിയ ആ ബുക്ക് എടുത്ത് തുറന്ന് നോക്കുകയും അതിൽ കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥന കാണുകയും ആ വർഷം ഞാൻ ആ ഒരു പ്രാർത്ഥന നിരന്തരം ചൊല്ലുവാനായിട്ട് തുടങ്ങുകയും ചെയ്തു. അത്ഭുതമെന്ന് പറയട്ടെ, എൻ്റെ ഈശോ ആ വർഷം 2023 വർഷം എൻ്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിച്ചു. കാരണം എൻ്റെ പ്രാർത്ഥനകൾ, എൻ്റെ ജപമാല, എൻ്റെ ബൈബിൾ വായന, പിന്നെ സങ്കീർത്തനം 127:3 മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ്, ഉദരഫലം അവിടുത്തെ സമ്മാനവും. ഈ വചനങ്ങളൊക്കെ എനിക്ക് ഒത്തിരി ഞാൻ നിരന്തരം ആവർത്തിച്ച് ചൊല്ലിയ വചനങ്ങളാണ്. എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹമെന്ന് പറയട്ടെ. ആ വർഷം എൻ്റെ ഈശോ എന്നെ കനിഞ്ഞു. എനിക്കൊരു കുഞ്ഞിനെ 2024 ഒക്ടോബർ 6-ാം തീയതി ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകാൻ എനിക്ക് സാധിച്ചു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കഴിവോ എൻ്റെ സാമർഥ്യമോ ഒന്നുമല്ല. എൻ്റെ ഈശോ എൻ്റെ അസാധ്യതകളിൽ ഇടപെടുകയാണ് ചെയ്തത്. എനിക്ക് പറയാൻ വാക്കുകളില്ല. കാരണം ഞാൻ എത്രയോ പാപിയാണ്, ബലഹീനയാണ്, അറിവില്ലാത്തവളാണ്. എൻ്റെ ദൈവത്തെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. എല്ലാം എൻ്റെ ഈശോ കനിഞ്ഞ് എന്നോട് കരുണ തോന്നി എന്നെ കടാക്ഷിച്ചു. അപ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. എൻ്റെ ഭർത്താവ് വിസ്ഡം ഫയറിൻ്റെ ഫോർമറാണ്. വിസ്ഡം ഫയറിൻ്റെ ഫോർമറായിട്ടുള്ള എൻ്റെ ഹസ്ബൻഡ് ഒത്തിരി പ്രാർത്ഥനാ കൂട്ടായ്മകളുടെ
ഒക്കെ നേതൃത്വം നൽകുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന, അതുപോലെ തന്നെ ഒരുപാട് സിസ്റ്റർമാർ, ബ്രദേഴ്സ്, ഒപ്പം നമുക്ക് പരിചയമുള്ള പ്രാർത്ഥനാ ഗ്രൂപ്പിലെ ആളുകളൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇതൊന്നും നമ്മുടെ കഴിവോ സാമർഥ്യമോ നമ്മുടെ ബുദ്ധിക്ക് പറ്റുന്ന കാര്യങ്ങളോ ഒന്നുമല്ല. എല്ലാം നമ്മുടെ അസാധ്യതകളിൽ നമുക്ക് ദൈവം ദാനമായിട്ട് നൽകുന്നതാണ്.